ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, കൽപ്പെന്നാണ് പടത്തിൻ്റെ പേര്. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് വലിയ വിജയമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും നല്ല പരാജയമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനും ഈ ഇപ്പോൾ OTT ഇറങ്ങിയപ്പോഴാണ് ഞാനും സിനിമ കണ്ടത്. ഇപ്പം അതിനുശേഷം ഭയങ്കര സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എല്ലായിടത്തും വാട്സപ്പ് ഉൾപ്പെടെ സ്റ്റാറ്റസിൻ്റെ ബഹളം. കരയുക, പിള്ളേരൊക്കെ ഇരുന്ന് കരയുക. എന്ത് കണ്ടാണ് എനിക്കറിയില്ല കരയണം എന്തിനാണെന്നുള്ളത്. ഇന്നലെ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു ക്ലാസ് മുറിക്കകത്ത് കുറേ TV ഒക്കെ വെച്ചിട്ട് പിള്ളേർ കൽബ് കണ്ടിരുന്ന് കരയുക. എനിക്ക് പേഴ്സണലി ഞാൻ കൽബ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല പ്രണയ സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് ആ മരണസമയത്ത്, ആ പെണ്ണ് മരിക്കുന്ന സമയത്ത് ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു സോങ്ങാണ് കൂടുതൽ മനസ്സിൽ കൊള്ളുന്നത്. അല്ലാണ്ട് ആ കഥയ്ക്കോ അല്ലെങ്കിൽ അത് വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പം കൽബ് സിനിമ ഇറങ്ങിയതിന് ശേഷം കൊച്ചും വലുതും ഒക്കെ കണ്ട് ഇനിയിപ്പം പ്രണയിക്കാൻ പോകുന്നവരും ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ചിലപ്പോൾ ഇനി പഴയ ലവ് സ്റ്റോറിയൊക്കെ ഓർത്തെടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗമാണല്ലോ, ഇനിയിപ്പം പലതും സംഭവിക്കാം. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, തോന്നിയാലും എനിക്ക് വിഷയമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പം ഈ വലിയ വലിയ ഗുണ്ടാ സിനിമകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങനെ പോകേണ്ടത്. നമുക്ക് ഈ പ്രണയം എന്ന് പറയുന്നത് എല്ലാവരും ഉള്ളിലുള്ള സംഭവമാണ്. ഈ ഗുണ്ടായിസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള സംഭവമല്ല. അത് ചില ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ട് ചില ആൾക്കാർ വലിയ മാസാവാൻ വേണ്ടി നിൽക്കും, ചിലപ്പം ഇടി കിട്ടി, ചിലപ്പം അകത്താവും. ഓക്കെ, പ്രണയം എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും നിങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പ്രണയം. അപ്പം അതും ചിലപ്പം പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ ആൾക്കാരിൽ ഇങ്ങനെ കരയുമോ, എന്തിനാ കരയണം എന്നുള്ളത് എനിക്കറിയത്തില്ല. കരഞ്ഞ് മരിക്കുമോ പിള്ളേരൊക്കെ. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ.